മണിച്ചിത്രത്താഴ് ദ വൈൻ ഓഫ് മലയാള സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. സോ ആ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ സിനിമ എനിക്ക് 4K മികവിൽ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഈ സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കാരണം ഈ സിനിമ റിലീസിന് ഒരാഴ്ച മുമ്പ് ഈ സിനിമ TV ഇട്ടിരുന്നു. ഞാൻ TV ഇരുന്ന സിനിമ മൊത്തം കണ്ടതാണ്. ഇപ്പോഴും തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് ഈ സിനിമ ഇപ്പോഴും അത്ഭുതമാണ്. ഇതുപോലെ എന്താ പറയുക, മലയാള സിനിമയുടെ വീഞ്ഞ് എന്ന് തന്നെ ഈ പടത്തിന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം വീഞ്ഞിന് പഴകും തോറും വീര്യം കൂടുമെന്ന് പറയും. അതുപോലെ തന്നെ സിനിമ ഇറങ്ങിയിട്ട് 31 വർഷങ്ങൾ കഴിയുന്നു. ഇപ്പോഴും ഈ സിനിമയുടെ ഫാൻ ബേസിന് ഒരിടവും സംഭവിച്ചിട്ടില്ല. ഓരോ തലമുറയും ഈ സിനിമയെ അവരുടെ സിനിമയായിട്ട് തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് റിവ്യൂ അല്ല, ഒപ്പീനിയനും അല്ല. ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ കാണാത്തവരായിട്ട് ഒരു മലയാളി ഉണ്ടാവത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇപ്പം ജനിച്ച ഒരാളാണെങ്കിൽ പോലും, നിങ്ങൾക്കൊരു 10 വയസ്സോ 5 വയസ്സോ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പടം 2-3 തവണ, കുറഞ്ഞത് 10 തവണയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ അതിനു മുമ്പ് ജനിച്ച ആളാണ് ഞാൻ. സോ ഞാൻ ഈ പടം എത്ര തവണ കണ്ടിട്ട് ചോദിച്ചാൽ 100-200 എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു സംഖ്യയായി പോകും. പക്ഷേ അത്രയും മാത്രമേ കണ്ട ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. വലിയൊരു സ്ക്രീനിൽ, അത് 4Kയിൽ കാണാൻ കഴിഞ്ഞു. വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഈ സിനിമയുടെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമ 4Kയിലേക്ക് റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ക്ലോസപ്പ് ഷോട്ടിലൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ ശേഷം വൈഡ് ഷോട്ടൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ആ ചെറിയൊരു ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് സിനിമയുടെ സൗണ്ട് ക്വാളിറ്റി ആക്ച്വലി നന്നായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ തരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വല്ലാത്തൊരു ഹൊറർ തരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ നേരത്ത് അതും ഈ ഒരു ക്വാളിറ്റിയിലും വളരെ നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ പെർഫോമൻസ് വൈസ്, പിന്നെ ഈ സിനിമയുടെ ആ ഒരു ക്രൂവിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവരൊക്കെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇല്ല അഭിനേതാക്കളാവട്ടെ, ഇല്ല ഡയറക്ടറാവട്ടെ, ഇതിൻ്റെ എല്ലാവരും ഇല്ല പ്രവർത്തിച്ചവരും ഇല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവരെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ. അത്രയും വലിയൊരു ആളുമായിട്ടില്ല ഞാൻ. സോ എനിക്ക് ഈ സിനിമ അത്രമാത്രം ഇഷ്ടമുള്ള മലയാളത്തിലൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സണൽ ഫേവറേറ്റുള്ള സിനിമകളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നോ? ആരെങ്കിലും സിനിമ റിലീസായ സമയത്ത്, 1993 ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അന്നത്തെ എക്സ്പീരിയൻസ് എന്തായെന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. സോ എന്നെപ്പോലെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിച്ചിട്ടില്ലാത്തവർ, പിന്നെ TV വന്നപ്പോൾ പലതവണ കണ്ടവർ, ഇന്ന് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ.